അപ്പൊ നമ്മുടെ തേജു ഉണ്ടല്ലോ ആദർശിന്റെ കൂടെ ആര്യനെ കൊണ്ടുവരാൻ വീട്ടിലേക്കാട്ടോ പോണത്. അപ്പൊ കാറ് നമ്മുടെ ജിഷ്ണുവിന്റെ കാറാണ് കേട്ടോ. അപ്പൊ ജിഷ്ണുവിന്റെ കാറിലായിരുന്നു ആര്യൻ കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാറ് തിരിച്ചു കൊടുന്നിട്ട് എന്നിട്ട് പിന്നെ അങ്ങനെ കോഴിക്കോട്ടേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ വിൻചേട്ടൻ സമ്മതിച്ചില്ല കേട്ടാ. ആര്യനെയും കൂട്ടി പോയി കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോവാന്നും പറഞ്ഞിട്ട് വീണ്ടും വീട്ടിലേക്ക് വിട്ടയച്ചേക്കേട്ടാ ആര്യനെ കൊണ്ടുവരാൻ. അപ്പോഴേക്കും ഞാനിതേ നമ്മുടെ സ്പെഷ്യൽ സ്മൂത്തി ഇതേ അവൾക്ക് അടിച്ച് വെച്ചതാട്ടോ. പിന്നെ ബാക്കി ജാറിലാണ് ഞാൻ കുടിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ജാറ് തുടയ്ക്കാനല്ല ബാക്കിയുള്ളത് കഴിക്കാൻ. അതിനൊരു പ്രത്യേകത ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ജാറൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ വേഗം മേല് കഴുകിയിട്ട് കടയിലേക്കാട്ടോ പോണത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, പിന്നെ റേഷൻ കടയിലേക്കും പോകണം കേട്ടോ. അപ്പം ആ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചങ്ങോട്ട് തീർക്കാച്ചിട്ട് ഞാൻ കടയിലേക്ക് പോകുന്നു. വിൻചേട്ടൻ കുളിക്കലും വിളക്ക് കുളത്തിലൊക്കെ വിൻചേട്ടൻ നോക്കി. അങ്ങനെ ഞാനെല്ലാം വാങ്ങിക്കൊടുന്നു. അപ്പൊ വിൻചേട്ടനെ കളിയാക്കുക കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും നല്ലൊരു ഉത്തരവാദിത്വ ബോധമുള്ള കുട്ടിയായതെന്നും പറഞ്ഞിട്ടാട്ടോ എന്റെ കളിയാക്കണത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് കുറച്ച് ഇങ്ങനെ അവരേനും കാത്ത് ഉമ്മർത്തിരിക്കുകയാണ്. അപ്പൊ വിൻചേട്ടന്റെ കൈയിന്റെ അവസ്ഥ എങ്ങനെയാട്ടോ. അത് നമ്മൾ ആദ്യം വിചാരിച്ചത് നഖം പോവുന്നല്ലേ, പക്ഷെ നഖം പോവില്ലേ തോന്നുന്നു. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചോര കങ്ങി നിൽക്കണ്ടായിരുന്നു. ചോരയൊക്കെ ഇതേ ഒലിച്ചു പോയിട്ട് നോർമൽ നഖമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നീല കളറൊക്കെ മാറി. പിന്നെ വിൻചേട്ടന്റെ മുഖത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ്. ചെറിയ രീതിക്ക് ആ പല്ലെടുത്തതിന്റെ ഒരു നീരുണ്ട് കേട്ടോ. അപ്പൊ ഒരു സൈഡ് ഇങ്ങനെ വീങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഹൈലൈറ്റ് ഇത് ചിരിയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു സൈഡിക്കൊക്കെ ചെരിഞ്ഞിട്ടുള്ള ഒരു ചിരി. സത്യം പറഞ്ഞാൽ ചിരിക്കുമ്പോൾ കുറച്ച് പെയിൻ ഉണ്ട് തോന്നുന്നു. ഞാനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് എപ്പോഴും ചിരിപ്പിക്കും. അപ്പൊ വിൻചേട്ടൻ ഇങ്ങനെ വായ ചിരി അടക്കി പിടിച്ചിട്ടാണ് ചിരിക്കാറ് കേട്ടോ. പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തേജും ഇവരൊക്കെ വന്നു, ആദർശം വന്നു കേട്ടോ. തേജപ്പനാണെങ്കിൽ വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവനെ പോകുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരേണ്ട ഒരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോയിണ്ടായിരുന്നത്. പിന്നെ അതേ അമ്മ കൂർക്ക തന്നയച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ. പിന്നെ നമ്മുടെ സ്മൂത്തി വേഗം അടിച്ചത് ഞാനിത് ആയിരിക്കും ആദർശനൊക്കെ വേഗം എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ അത് വേഗം കുടിച്ചു. പിന്നെ നമ്മുടെ തേജപ്പൻ്റെ വന്ന വഴിക്ക് ഡ്രസ്സ് മാറി കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഇട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. സംഭവം അതെടുത്ത് കുട്ടിയെടുത്ത് ഇടും ചെയ്തു. നമുക്കത് അഴിക്കാനും കിട്ടാത്തൊരവസ്ഥയാട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ അഴിച്ചെടുത്തു. പിന്നെ അവൻ്റെ ആ ടെഡിയും കാര്യങ്ങളൊക്കെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ആയിരിക്കും ആദർശനൊക്കെ ഇരുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇത് ഉമ്മർത്തിരുന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാട്ടോ. തേജു ആണെങ്കിൽ അവൻ്റെ കളിപ്പാട്ടും അവൻ്റെ ബുക്കും ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ജിഷ്ണേട്ടൻ്റെ കാറ് വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ പോവാട്ടോ. ആദർശും വിൻചേട്ടനും കൂടിയിട്ടാണ് പോയത്. പിന്നെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് ഇടാട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.